ശ്രീജിത്ത് ശ്രീകുമാരൻ, പൂരം നടത്തിപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനമായിട്ടുണ്ടോ? നേരത്തെ തിരുവമ്പാടി ഈ വെടിക്കെട്ട് സംബന്ധിച്ച് വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ അവർ ആ തീരുമാനം എടുത്തിരുന്നു, വെടിക്കെട്ട് നടത്താനില്ല എന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തീരുമാനം വന്നിട്ടുണ്ടോ? പാറമേക്കാവിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ തീരുമാനം വന്നിട്ടില്ല. പക്ഷേ തിരുവമ്പാടി ദേവസ്വം അധികൃതർ വെടിക്കെട്ട് നടത്താനില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അല്പസമയം മുൻപ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കിനി പൊട്ടിക്കാനൊന്നുമില്ല, എല്ലാം ഒരു സ്ഫോടനമായി മാറി, അതുകൊണ്ട് തങ്ങളിനി ഇത്തവണ വെടിക്കെട്ടിനില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം, മൊത്തത്തിൽ വെടിക്കെട്ട് ഉപേക്ഷിക്കണമെങ്കിൽ ഒരു അന്തിമ തീരുമാനം വേണം. അതിന് കൃത്യമായ രീതിയിൽ പാറമേക്കാവ് ദേവസ്വം അധികൃതരുമായി സംസാരിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് തന്നെ അത് സംസാരിച്ച തീരുമാനമുണ്ടാക്കി, ഒരു സമവായം ഉണ്ടാക്കി നാളെ ചേരുന്ന മന്ത്രിമാരും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും കൂടാതെ ജനപ്രതിനിധികളും ദേവസ്വം അധികൃതരും ഒക്കെ ചേരുന്ന ഒരു യോഗത്തിൽ വെച്ച് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. 14 ലക്ഷം രൂപ മരിച്ച ഓരോരുത്തരുടെയും ആശ്രിതർക്ക് നൽകാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് 10 ലക്ഷവും 4 ലക്ഷം തുടർച്ചയായും നൽകാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും തൊട്ടടുത്ത കിടക്കുന്ന പരിക്കേറ്റ് കിടക്കുന്ന ആളുകൾക്ക് അടിയന്തര ധനസഹായമായി 2 ലക്ഷം രൂപ അനുവദിക്കും. എന്തായാലും പരിക്കേറ്റവർക്ക് ഇന്നലെ കേന്ദ്ര ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു. ഇത് കൂടാതെ സംസ്ഥാന സർക്കാർ ആ പരിക്കേറ്റവരുടെ ചികിത്സ പൂർണ്ണമായി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സർക്കാർ നിർദ്ദേശിക്കുന്ന സ്വകാര്യ ആശുപത്രികളിൽ പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള സൗജന്യ നിരക്കിൽ ചെയ്തു കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ജില്ലാ ഭരണകൂടത്തിന് അടിയന്തരമായി 50 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ചില വിളകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്, തൊട്ടപ്പുറത്തെ വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. ഈ നാശനഷ്ടത്തിനൊക്കെ അടിയന്തരമായി ധനസഹായം നൽകേണ്ടതുണ്ട്, പ്രാഥമികമായ ധനസഹായം നൽകേണ്ടതുണ്ട്. ഇതിനുവേണ്ടി 50 ലക്ഷം രൂപ അനുവദിക്കുന്നു എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. നാളെ എന്തായാലും ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു യോഗം ചേരുന്നത്. ആ യോഗത്തിൽ വെച്ചായിരിക്കും പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം. എന്തായാലും പൂരം ചടങ്ങായി നടത്തുമോ അതോ വർണ്ണ വിസ്മയം തീർത്ത് അല്ലെങ്കിൽ കുടമാറ്റമൊക്കെയായി വലിയ തോതിൽ നടത്തണമോ എന്ന തീരുമാനമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വെടിക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഒരു 99% ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് പുര ഉള്ളത് മുതലമട, പാലക്കാട് മുതലമടയിലാണ്. അവിടെയും പാലക്കാട് ജില്ലാ ഭരണകൂടം അവർക്ക് സ്റ്റോപ്പ് മെമ്പോ നൽകിയിട്ടുണ്ട്. പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത് തുറന്ന് പ്രവർത്തിക്കാനാകൂ. അതുകൊണ്ട് വെടിക്കെട്ട് ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇനി പൂരം ചടങ്ങായി ആണ് നടത്തുന്നത് അതോ വിപുലമായി നടത്തണോ എന്ന തീരുമാനമാണ് അത് നാളെ ചേരുന്ന യോഗത്തിൽ വെച്ചായിരിക്കും ഉണ്ടാകുമെന്നാണ് ദേവസ്വം മന്ത്രി അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.